രാഷ്ട്രപതി മലയാള സിനിമാ രംഗത്തു നിന്നും ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണെന്നറിയാമോ? സുരേഷ് ഗോപിയാണ്. അതുപോലെ രാജ്യസഭ അംഗം അല്ലെങ്കിൽ രാജ്യസഭ MP ആകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? സുരേഷ് ഗോപിയാണ്. 2016 മുതൽ 2022 വരെ അദ്ദേഹം രാജ്യസഭയിൽ അംഗമായിട്ട് സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ ലോകസഭ അംഗം ആകുന്ന രണ്ടാമത്തെ മലയാള സിനിമാ നടൻ ആരാണ്? സുരേഷ് ഗോപിയാണ്. അദ്ദേഹം 2024 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി BJP പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിലവിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണെന്നറിയാമോ? കളിയാട്ടമാണ്. 1997 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സുരേഷ് ഗോപി നേടുകയുണ്ടായി. ചിത്രം കളിയാട്ടമാണ്. അതുപോലെ തന്നെ 1997 മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കുകയുണ്ടായി. ചിത്രം കളിയാട്ടം. ചിത്രം ഏതാണ്? കളിയാട്ടമാണ്. അതുപോലെ തന്നെ കോടീശ്വരൻ, ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കോടീശ്വരൻ എന്ന പരിപാടിയുടെ അവതാരകനും ആര് തന്നെയായിരുന്നു? സുരേഷ് ഗോപിയായിരുന്നു. ആങ്കർ ആരായിരുന്നു? സുരേഷ് ഗോപിയായിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ച മണ്ഡലം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്. 2024 സുരേഷ് ഗോപി ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. 2024. അതുപോലെ തന്നെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിലിറങ്ങിയ സിനിമയാണ് കളിയാട്ടം.